ഹലോ തിൻസർ ഭായ്, സുഖാണോ? ആ സ്വന്തം. എന്താ പുതിയ വിശേഷം? പുതിയ വിശേഷം എയറിൽ ഓൾറെഡി ട്രോള് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പ്ലേസ്മെന്റ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ജാസിന് ആശിനെ ഇട്ട് കഴിഞ്ഞാൽ ട്രോൾ എന്തായാലും വരും. ഞാൻ ആദ്യം ജാസിനിട്ട് ഭയങ്കര പേടിച്ചിട്ട് സംസാരിക്കാം, കാരണം ഇവരെങ്ങനത്തെ സംഭവം അറിയില്ലല്ലോ. പിന്നെ എടാന്നാണോ എടീന്നാണോ എങ്ങനെ വിളിക്കേണ്ടത് പോലും എനിക്ക് അറിയില്ല. വർക്ക് ഇട്ട് ഒരു 10 മിനിറ്റ് ആകുമ്പോൾ മരണത്തെറി. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ തെറി കേൾക്കുന്നത്. ആൾക്കാർ ഇത്രയും ആൽബം സോങ്സിന്റെ ആ ഒരു റീച്ച്, അതായത് ആൾക്കാരിലേക്കുള്ള ഒരു സ്വീകാര്യത കുറച്ചൊന്നും കുറഞ്ഞിട്ടില്ലേ? അത് ചിലപ്പോൾ നമ്മുടെ കമന്റുകൾ അല്ലെങ്കിൽ യൂട്യൂബിൽ ഇങ്ങനെ ട്രോളേഴ്സ് അല്ലെങ്കിൽ അതിങ്ങനെ പറയും, ഇത് ഔട്ടായി മറ്റേ. ഒരിക്കലും ഔട്ടാവൊന്നും പോകുന്നില്ല. നമുക്ക് അത് കറക്റ്റായിട്ട് അഡ്വാൻസ് 1 CR 2 CR അഡ്വാൻസ് കിട്ടും. ഇത്ര കണ്ടന്റ് ബൾക്കായിട്ട് കണ്ടന്റ് അവർക്ക് എന്താ പറയുക മാർക്കറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ കൊടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ ആൽബം അല്ലാത്ത പല പരിപാടികളും നമ്മൾ എൻ്റെ കമ്പനി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പറയുന്നത് എനിക്ക് എന്തൊരു അവസ്ഥ. അപ്പോൾ എൻ്റെ അടുക്ക് ഇത് പല ആൾക്കാരും ഒരു സമയത്ത് തന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ എൻ്റെ കാമുകന് ഇങ്ങനെ ഇഷ്ടമല്ല, എൻ്റെ ഇങ്ങനെ ഉണ്ട്. ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ എന്ത് പഠിക്കലായിക്കോ, കാരണം നമ്മൾ ഈ പാട്ടിറക്കുന്നത് നിങ്ങളെ ഇഷ്ടപ്പെടാനൊന്നുമില്ല. ഞാൻ ഓൾറെഡി ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഫീൽഡിൽ വന്നതും പാട്ടിറക്കുന്നതും. ഒരു കൊച്ചു ഗ്രാമത്തിലൊരു സുന്ദരി 17 തികഞ്ഞുള്ള മണിമുഞ്ചത്തി, ഉമ്മാക്കും ബാപ്പാക്കും പ്രിയമോള്, 7 ആങ്ങളമാർക്കൊറ്റക്കനിപ്പെങ്ങള്, നാട്ടിലും വീട്ടിലും കനകക്കട്ടി. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. ഹായ്, ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്നത്തെ എൻ്റെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ സ്കൂളിലും +1 +2 പഠിക്കുന്ന സമയത്തായിരിക്കും ഈ ആൽബം സോങ്സ് ഒക്കെ ട്രെൻഡിങ് ആയിട്ട് വന്നത്. അക്കൂട്ടത്തിൽ ഒരു ചെക്കൻ വരുന്നു, പുതിയൊരു ചെക്കൻ. കാരണം ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ മാരീഡ് ആണ്. അപ്പോൾ ഒരു അൺമാരീഡ് ആയിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരാൾ വരുമ്പോൾ ഗേൾസൊക്കെ മൊത്തം ആളുടെ പുറകെയാണ്. പിന്നെ ആളുടെ സോങ്സ് ഒക്കെ ഹിറ്റ് ആവുന്നു, കുറേ പേര് അത് പാടി നടക്കുന്നു, കുറേ പേര് അത് പാടി പെൺകുട്ടികളെ പ്രപ്പോസ് ചെയ്യുന്നു. അങ്ങനെ ആൽബം കാലഘട്ടം നമ്മളൊക്കെ വളരെ മനോഹരമാക്കി തീർത്ത തൻസീർ കൂത്തുപറമ്പാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഹലോ. വെൽക്കം. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു? അടിപൊളി. ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇത് ഓൾറെഡി ഇതിന്റെ തലേന്ന് വരെ അടിപൊളി അല്ലായിരുന്നു, കാരണം വർക്കിന്റെ എല്ലാം ഫുള്ള് ഓരോരോ തിരക്കെല്ലാം. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ പിന്നെ ടോട്ടലി നമ്മൾ അടിപൊളിയാക്കി മാറി. ഓക്കെ, ഞാൻ ഇപ്പം ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഇപ്പം സലീം ക, താജുദ്ദീൻ ക, ഷാഫിക്ക, തൻസീർ കൂത്തുപറമ്പ്, അങ്ങനെ നിങ്ങൾ ഈ ഒരു 3-4 പേരായിരുന്നു ഈ ഒരു ആൽബം ഫീൽഡ് ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ. കാരണം നിങ്ങളുടെ സോങ്സൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ വീടുകളിൽ എല്ലാവരും വെക്കാറുണ്ട്. CD ഒക്കെ വാങ്ങിച്ചിട്ട് പ്ലേ ചെയ്യാറുണ്ട്. പിന്നെ പെൻ ഡ്രൈവിൽ കോപ്പി ചെയ്തിട്ട് അത് വെക്കും. അങ്ങനെ കേട്ട് വളർന്ന സോങ്സ് ആണ്. അപ്പൊ ആ ഒരു ടൈമിൽ നിങ്ങളായിരുന്നു ഹീറോ, ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ. അന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നുന്നത്? കാരണം ഇന്ന് ഇപ്പൊ ആൾക്കാർ ഇത്രയും ആൽബം സോങ്സിന്റെ ആ ഒരു റീച്ച്, അതായത് ആൾക്കാരിലേക്കുള്ള ഒരു സ്വീകാര്യത കുറച്ചൊന്നും കുറഞ്ഞിട്ടില്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സ്വീകാര്യത കുറഞ്ഞിട്ടൊന്നുമില്ല, കാരണം അന്ന് ട്രെൻഡ് മാറിയല്ലോ. ഇപ്പോൾ യൂട്യൂബാണ്, അതിൻ്റെ മുന്നേ CD ടൈമാണ്. അപ്പോൾ CD ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് പാട്ടുകാർ എന്ന് പറഞ്ഞിട്ട് മീഡിയയിലില്ല. ഒരുപാട് പാട്ടുകാർ പുറത്തുണ്ട്, പക്ഷേ അത് മീഡിയയിലേക്ക് വർക്കൗട്ടായി വരേണ്ടൊക്കെ നല്ല പണിയാണ്, റിസ്ക്കാണ്, ഒരുപാട് റിസ്ക്. ഇപ്പം നമ്മൾ 4 ആളെന്ന് പറഞ്ഞല്ലോ, നമ്മൾ 4 ആൾ അത്രയും എന്നുകൊണ്ട് ഓരോ ആൾക്കാരും നല്ലോണം കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഓരോ സിംഗേഴ്സും വന്നിട്ടുള്ളത്. അത് പല രീതിയിലും. അപ്പോൾ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഓൾറെഡി ഒരു പാട്ട് എന്നുകൊണ്ട് ഹിറ്റാൻ വലിയ പണിയൊന്നുമില്ല. യൂട്യൂബിലോ അല്ലെങ്കിൽ ഡിജിറ്റലിൽ പ്രൊമോഷനിലും വെച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഹിറ്റാക്കി എടുക്കാം. പണ്ട് അങ്ങനെയല്ല, പണ്ട് നല്ല പണിയാണ്, പട്ടിപ്പണിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പാട്ട് ഹിറ്റാക്കി എടുക്കേണ്ട നല്ല. പിന്നെ ഞാൻ ഓൾറെഡി നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ സ്വീകാര്യത കുറഞ്ഞെന്നില്ലേ, ഞാൻ ഓൾറെഡി ഇതിൽ ബിസിനസ് ചെയ്യുന്നതാണ്. താൾ ബോയ്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്. അതിൻ്റെ അണ്ടറിൽ ഒരുപാട് നെറ്റ്വർക്ക് നമ്മൾ യൂട്യൂബിൻ്റെയും ഡിജിറ്റലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അന്ന് CD കിട്ടുന്ന പൈസ തന്നെ അതിൻ്റെ ഡബിളിൻ്റെ വരുമാനം നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും അത് സ്വീകാര്യത കുറഞ്ഞത് കൊണ്ടല്ലോ. ഇപ്പം നമ്മളെ ചാനലിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ വ്യൂസ് ഉണ്ട്, പക്ഷെങ്കിൽ ചില ആൾക്കാർ കമന്റ് അടിക്കുന്നുണ്ട് 2025 ഇനി. കാരണം പഴയ സംഭവങ്ങൾ തന്നെ നമ്മൾ പിന്നെയും റിപ്പീറ്റേഷൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതേ ഒരു പാറ്റേൺ. ചിലപ്പോൾ ട്രെൻഡ് മാറിയാലും വിഷ്വൽ ക്വാളിറ്റിയും അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓഡിയോ വർക്കുകളും സെയിം പഴയ മൂഡിൽ തന്നെ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
കാരണം നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബിസിനസ് നടക്കും, നമുക്ക് ഫണ്ട് ഉണ്ടാക്കാൻ പറ്റും, വ്യൂസ് കിട്ടും. പിന്നെ കുറേ ആൾക്കാർ വന്നത് കൊണ്ടുള്ളൊരു പ്രോബ്ലമാണ്. ഇപ്പോൾ നമ്മൾ 4 ആൾ മാത്രമായി ഇപ്പോൾ ആൽബം മീഡിയയിൽ ഇല്ലതാണെങ്കിൽ ഒരിക്കലും ആ ഒരു പ്രശ്നം പറയില്ല, സ്വീകാര്യത കുറഞ്ഞെന്ന് പറയില്ല. കാരണം നമ്മൾ 4 ആൾ മാത്രമല്ലേ. കാരണം ഇപ്പോൾ ഷാഫിക്ക് ആണെങ്കിലും സലീംക്ക് ആണെങ്കിലും താജുക്ക് ആണെങ്കിലും ഒരു വർഷത്തിൽ അന്തസമയം നമ്മൾ CD ഇറങ്ങുന്ന സമയത്ത് ഒരു കൊല്ലത്തിൽ ചിലപ്പോൾ ഒരു 100 പാട്ട് പാടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഓൾറെഡി ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് ചാറാപറ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പാട്ട് ഹിറ്റ് ആവണമെന്നോ അങ്ങനത്തെ ഒന്നുമില്ല. നമുക്കിപ്പോൾ ഒരു വർഷത്തിൽ ഒരു 1000 പാട്ട് അല്ലെങ്കിൽ 2000 പാട്ട് നമ്മൾ പാടിയിട്ട് കൗണ്ടാക്കി വെച്ചാൽ മതി. കാരണം ഇത് മ്യൂസിക് ഓഡിയോ കമ്പനികൾ അതുപോലെ പ്രൊഡക്ഷൻ കമ്പനികളിലുണ്ടല്ലോ, ഈ മാർക്കറ്റ് ചെയ്യുന്ന ഓഡിയോ പ്ലാറ്റ്ഫോമല്ലോ, നമുക്ക് അത് കറക്റ്റായിട്ട് അഡ്വാൻസ് 1 CR 2 CR അഡ്വാൻസ് കിട്ടും. ഇത്ര കണ്ടന്റ് ബൾക്കായിട്ട് കണ്ടന്റ് അവർക്ക് എന്താ പറയുക മാർക്കറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ കൊടുക്കുന്നതാണെങ്കിൽ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടിൻ്റെ ക്വാളിറ്റിയോ കാര്യങ്ങളോ നോക്കിയിട്ട് ചാറബാറ ഇറക്കും. പക്ഷേ ഈ പറയുന്ന 3 സിംഗേഴ്സിനും ബിസിനസ് ഇല്ലാത്തത് കൊണ്ടും അവർക്ക് കണ്ടന്റ് ചെയ്യേണ്ടിക്കാൻ നമ്മളെപ്പോലത്തെ പ്രൊഡക്ഷൻ കമ്പനി വേണം. ഞാൻ ഓൾറെഡി ഒരു പ്രൊഡക്ഷൻ കമ്പനിയും കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് വർക്കൗട്ട് ആവും. അപ്പോൾ അവർ ഓൾറെഡി കണ്ടന്റ് ഇല്ല. ഇപ്പോൾ ഓൾറെഡി എനിക്കൊന്ന് ഒരു വർഷത്തിൽ പോയാലും പോലും ഒരു 5-10 പാട്ടേ ഈ 3 ചെയ്യുന്നുണ്ടാവും. അതിന് മെയിനായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വന്ന ഓരോരോ സിംഗേഴ്സും ഒരാൾക്ക് പാട്ട് പാടണം, ഓൺ ദ സ്പോട്ടിൽ പാട്ട് ഉണ്ടാക്കി അപ്പം ചെയ്ത് അവർക്ക് അവരുടേതായിട്ടുള്ള യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് ആ ചാനലിൻ്റെ അത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ആവശ്യം വരുന്നില്ല അവർക്ക്. സെൽഫ് പ്രൊമോട്ടായിട്ട് തന്നെ ആ സിംഗേഴ്സിനെ മൊത്തം സെറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് എന്നുകൊണ്ട് അവരെ കണ്ടന്റ് അവിടെ കുറഞ്ഞത്, അല്ലാണ്ട് സ്വീകാര്യത കുറഞ്ഞതില്ല. അങ്ങനെ കുറഞ്ഞാണെങ്കിൽ ഇപ്പോൾ സ്റ്റേജ് പ്രോഗ്രാമിൽ എങ്ങനെ നോക്കി കഴിഞ്ഞാലും നമുക്ക് 4 ആൾക്ക് ഇപ്പം ഷോ ഉണ്ട്, എപ്പം കണ്ടിന്യൂ ആയിട്ട് എല്ലാ ആൾക്കാർക്കും ഷോ ഉണ്ട്. പക്ഷെ ഇപ്പം വന്ന പുതിയ എത്രയോ പാട്ടുകാരുണ്ട്, അവർക്ക് എന്തുകൊണ്ട് ഷോ കിട്ടുന്നില്ല? നമുക്കിപ്പോൾ ഒരു വർക്ക് ഹിറ്റായാലും എന്തായാലും സ്റ്റേജ് ഷോ ആണ് കൂടുതൽ കിട്ടേണ്ടത്. ബാക്കി പുതിയ ആൾക്കാരനെക്കാട്ട് ഏറ്റവും കൂടുതൽ ഷോസ് നമുക്ക് ഈ പറയുന്ന ആൾക്കാർക്ക് ഉണ്ട്. അതുകൊണ്ടാണ് അത് സ്വീകാര്യത കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഷോ കിട്ടൂലല്ലോ. ഇല്ല, അതങ്ങനെ ഒരു ചിന്തയില്ല. അയ്യോ ഓർമ്മ അത് ചിലപ്പോൾ എന്താണ് കമന്റോളുകൾ അല്ലെങ്കിൽ യൂട്യൂബിൽ ഇങ്ങനെ ട്രോളേഴ്സ് അല്ലെങ്കിൽ അത് ഇങ്ങനെ പറയും ഇത് ഔട്ടായി മറ്റേ ഒരിക്കലും ഔട്ടാവൊന്നും പോകുന്നില്ല. ഇപ്പൊ ഈ 1 CR 2 CR അഡ്വാൻസ് കിട്ടും എന്നൊക്കെ പറയുമ്പോഴേ നമ്മളിങ്ങനെ ഒരു ഇന്റർവ്യൂലൊക്കെ വന്നിട്ട് എനിക്ക് ഇത്ര എമൗണ്ട് ഇങ്ങനെ കിട്ടും പൊതുവെ ആൾക്കാർ പറയാറില്ല. അപ്പൊ ഞാൻ ഓൾറെഡി ടാക്സ് അടച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെല്ലാം ടാക്സ് എല്ലാം ഞാൻ കറക്റ്റായിട്ട് എല്ലാം നമ്മൾ കമ്പനി വഴി എല്ലാം അടച്ചു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് പറയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് ഒരു കൊല്ലത്ത് 1 CR കണക്കല്ലേ പറഞ്ഞുള്ളൂ. അപ്പൊ നമ്മളെ മൊത്തം 10-300ഓളം യൂട്യൂബ് ചാനൽ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതിലൊരു 100ഓളം ആർട്ടിസ്റ്റ് ഉണ്ട്, ബാക്കി പ്രൊഡക്ഷൻ ഉണ്ട്, നമ്മൾ ഈ ആൽബം അല്ലാത്ത പല പരിപാടികളും എൻ്റെ കമ്പനി ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം പറയുന്ന എനിക്ക് എന്തൊരു അവസ്ഥ, അല്ല അതുകൊണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഇന്റർവ്യൂയിലും എന്തുകൊണ്ട് ഞാനിപ്പോൾ അടുത്തില്ല കുറച്ച് ഇപ്പോൾ ഒരു 5-6 ഇന്റർവ്യൂ ഇപ്പോൾ 2 ദിവസം കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ പറയുമ്പോൾ ആൾക്കാർക്ക് അറിയുന്നത് ഞാനിങ്ങനെ ബിസിനസ് ചെയ്യുന്നുണ്ട് എന്ന് ആർക്കും അറിയില്ല. ഞാൻ ഓൾറെഡി സിംഗർ എന്നുള്ളൊരു സംഭവം മാത്രമേ ജനങ്ങൾക്ക് അറിയാവൂ. ഞാൻ ഓൾറെഡി മീഡിയയിലുള്ള ആൾക്കാർക്ക് അറിയാം. ഈ ആൽബം മീഡിയയിലില്ലേ അത് നമ്മുടെ പാട്ടുകാർക്കും അതുപോലെ ഈ ടെക്നീഷ്യന്മാർക്കെല്ലാം ഞാൻ എന്താണെന്ന് അറിയാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വർക്ക് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ ടീം നമ്മൾ വിളിക്കുമല്ലോ. അപ്പോൾ ആരെ വർക്കാണ്? തൻസിൻ്റെ ആണ്, താൾബോയ്സിൻ്റെ ആണ് വർക്ക് എന്ന് പറയുമ്പോൾ അപ്പോൾ ചോദിക്കും താൾബോയ്സും തൻസിയായിട്ട് എന്താ കോണ്ടാക്ട്? അപ്പോൾ അതിൻ്റെ ഓണറാണ് എന്നുള്ള സംഭവത്തിൽ. അതുകൊണ്ട് മീഡിയയിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവും, ജനങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഞാൻ പിന്നെ എവിടെയും അത് വെളിപ്പെടുത്തിയിട്ടുമില്ല. കാരണം ഞാനാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനീൻ്റെ ഓണർ അല്ലെങ്കിൽ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. 10,000-ൻ്റെ മുകളിൽ ഓഡിയോ പാട്ടുകൾ നമ്മളെ കയ്യിലുണ്ട് ഓൾറെഡി. എനിക്ക് തോന്നുന്നു സൗത്തിൽ തന്നെ അത്രക്കാരും പാട്ടുകളുള്ള കമ്പനി ഉണ്ടാവണമെന്ന് ഇല്ല. കാരണം ഇപ്പോൾ ഫിലിം ആയിക്കോട്ടെ കുറേ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു വർഷത്തിൽ ഇത്ര പാട്ടുകളില്ലെന്ന് നമ്മൾ പുട്ടിനെ തേങ്ങ ഇടുന്ന പോലെ 20 പാട്ടുണ്ടാക്കല. ബാക്കിയിൽ ഇവിടെ ഇല്ലല്ലോ. പ്രൊഡക്ഷൻ കമ്പനിയെല്ലാം ഫിലിം സോങ്ങുകളിലെ മാർക്കറ്റിങ്ങിനാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഒരു പാട്ട് നമുക്കിപ്പോൾ ആ ഒരു ഫിലിം സോങ് മാർക്കറ്റിങ്ങിന് അവരെടുക്കുന്ന പൈസക്ക് നമുക്ക് ഇവിടെ 100 പാട്ടുണ്ടാക്കാം. അതിനായിട്ട് പ്രൊഡക്ഷൻ കമ്പനിയും അതേപോലെ തന്നെ സ്റ്റുഡിയോ എല്ലാ പരിപാടിയും നമ്മൾ ഇതിലുണ്ട്. അപ്പോൾ അതിൻ്റെ 20 സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തൻസീർക്കയുടെ ഒരു വർഷത്തെ കോടികളുടെ വരുമാനം നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം.
കമന്റ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ ഞാൻ ആദ്യം തന്നെ നമുക്ക് കുഞ്ഞുപെങ്ങളുടെ കല്യാണത്തിന് അതിനു മുന്നേ ഇപ്പൊ സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. ഇപ്പം സലീംക പോയി കഴിഞ്ഞാൽ കൂടുതൽ ഇപ്പൊ ഞാൻ സലീംകയുടെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ മനസ്സിന്റെ മണിയറ പാടാൻ കുറെ എപ്പോഴും ആവശ്യപ്പെടാറുണ്ട്. ഇപ്പൊ താജിക്ക് അങ്ങനെ ഓരോ സോങ്സ്, ഷാഫിക്കാക്ക് അങ്ങനെ ഓരോ സോങ്സ് ഉണ്ട്. അപ്പൊ തൻസീർക്ക ഇങ്ങനെ ഓരോ സ്റ്റേജ് ഷോയിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്നത് ഏത് പാട്ട് പാടാനോ? ഞാൻ ഓൾറെഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഫീൽഡിൽ വന്നതിൽ എൻ്റെ ഒരു സമയത്തിൽ ഓഡിയൻസ് മൊത്തം ഗേൾസ് ആയിരുന്നു. ഗേൾസ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഞാൻ ആ സമയത്ത് പാടുന്ന പാട്ടുകൾ ഫുള്ള് വിരഹഗാനങ്ങൾ അല്ലെങ്കിൽ ലവ് എന്നുകൊണ്ട് ഫുൾ അങ്ങനത്തെ വീഡിയോസിൽ വന്നത് കൊണ്ട് അതിൽ ഫുൾ പ്രോഗ്രാമിനെല്ലാം വരുമ്പോൾ ഫുൾ ഗേൾസ് ആയിരിക്കും മൊത്തമായിട്ട് അവിടെ ഇവിടെയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാൻ പറ്റുമല്ലോ, അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നല്ലോ. പക്ഷേ ഞാൻ കല്യാണം കഴിക്കുന്നതിൻ്റെ 2-3 കൊല്ലം മുന്നേ വിചാരിച്ചു കല്യാണം കഴിഞ്ഞാൽ എന്തായാലും ഇതെല്ലാം പണി കിട്ടാൻ ചാൻസ് ഉണ്ട്, പോകും കൺഫേം. അത് ഓൾറെഡി ഒരു മീഡിയൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പുതിയൊരു സംഭവം ഉണ്ടാക്കി വെക്കണം. ഈ പെൺകുട്ടികളെ നമ്മളെ പരിപാടിക്ക് കൊണ്ടുവരണം, ആൺകുട്ടികളെയും കൊണ്ടുവരണം. അതിനെന്താ ഐഡിയ എന്നിങ്ങനെ ചിന്തിക്കുമ്പോഴാണ് കുട്ടികളെ വെച്ചിട്ടുള്ള പാട്ടുകൾ ഞാൻ ചെയ്യലുണ്ട്. ഒരു ആനിമേഷൻ സോങ് എല്ലാം പോലത്തെ. അത് അത്യാവശ്യം യൂട്യൂബിൽ 3 കോടി 4 കോടിയിലും വ്യൂസിലെ കണ്ടന്റുകളുണ്ട്. ശ്രദ്ധിച്ചു വെക്കാൻ മനസ്സിലാവും. ഉപ്പ ഉപ്പ എന്നെല്ലാം മറ്റു കുറേ പാട്ടുകളുണ്ട്. കാരണം വെച്ചാൽ ആനിമേഷൻ സാധനം നേരെ എന്ത് ചെയ്യുക, വീഡിയോ ആക്കിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സാഹിത്യമൊന്നും ഇല്ലാണ്ട് പച്ചക്ക് പറഞ്ഞ് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. കാരണം ഇങ്ങനത്തെ പാട്ടുകൾ എന്തുകൊണ്ട് അവർ ഫുഡ് കഴിക്കേണ്ടിക്കെല്ലാം ഇങ്ങനത്തെ പാട്ടുകൾ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വേഗം കാണും. ഇന്ന് കണ്ട പാട്ട് നാളെയും കാണും, മറ്റന്നാളും കാണും. അതിൻ്റെ റിപ്പീറ്റേഷൻ വാല്യൂ ഇല്ല, കണ്ടന്റ് ആയിട്ടാണ് നമ്മളത് ഇറക്കുന്നത്. പക്ഷേ സാഹിത്യങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഒരു കുറച്ച് ഏജ് കഴിയുള്ള ആൾക്കാർക്കൊന്നും ചിലപ്പോൾ അത് അങ്ങനെ ദഹിക്കണമെന്നില്ല. പക്ഷെ ഞാനത് തുടക്കം മുതലേ ഇത് പ്ലാനഡ് ആയിരുന്നു സാധനം ചെയ്ത്. പിന്നെ ഷോയിൽ പോകുമ്പോൾ കുറേ കുട്ടികളെ കാണാൻ തുടങ്ങി. സംഭവം എന്ന് വെച്ചാൽ ബേസിക് ഇതിൻ്റെ ഐഡിയ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കുട്ടികളെ പാട്ട് പാടുന്നത് കൊണ്ട് അവർ പുറക്ക് എന്തായാലും പറയും തൻസിക്കാൻ്റെ ഷോ ഉണ്ട്, അപ്പോൾ ഇന്ന് എന്തായാലും പോകണമെന്ന് പറയും. കുട്ടികളും വരും, ഇതിൻ്റെ കൂടുതൽ ഉമ്മമാരും വരും, ഉപ്പമാരും വരും. കാരണം എന്തായാലും കുട്ടികൾ പറയൂലേ ഉപ്പ എനിക്ക് ഇങ്ങനെ പോകണം. അപ്പോൾ എന്തായാലും അവർ രണ്ടാളും വരും. എനിക്ക് തന്നെ ഒരുപാട് ഷോയിൽ തന്നെ എന്നോട് വന്നിട്ട് പല ആൾക്കാരും പറയുന്നുണ്ട്, ഞാൻ സത്യം പറഞ്ഞ തൻസീർ എൻ്റെ പാട്ട് കേൾക്കുന്നതല്ല, എൻ്റെ മക്കൾ എൻ്റെ പാട്ട് ഫാൻ ആയതുകൊണ്ട് മാത്രമാണ് വന്നത്. പക്ഷെ നമുക്കെന്താ വേണ്ടത്, ബിസിനസ് നടക്കണം. കാരണം നമ്മൾ പോകുന്ന പരിപാടിക്ക് ടിക്കറ്റ് ചിലവാണോ, അവിടെ ഉപ്പയും വന്നു ഉമ്മയും വന്നു കുട്ടിയും വന്നു, അവിടെ ഫാമിലി. സാധാരണ ഒരു 1000 ഓഡിയൻസിലാണെങ്കിൽ അത് 5000ത്തിലേക്ക് മാറാൻ പറ്റും. അപ്പോൾ അതൊരു ബിസിനസ് ആയിട്ട്, കാരണം ഓഡിയൻസ് ഡിഫറെൻ്റ് ആയല്ലോ. ഇപ്പം നിങ്ങൾ ചോദിച്ചത് ഒരു സമയത്ത് ഗേൾസിൻ്റെ ഫുള്ള് ആ ഒരു സമയമാണ്. പക്ഷെ അതന്നേരം എനിക്ക് ഹൈറ്റേഴ്സും കൂടുതലുണ്ടായിരുന്നു. കാരണം ബോയ്സ് മൊത്തം പ്രശ്നമാണ്. അവരെന്തെങ്കിലും വന്നവൻ്റെ കാമുകിമാരോ അല്ലെങ്കിൽ പങ്ങന്മാരോ അവർ തൻസീറിൻ്റെ പാട്ടാന്ന് ഭയങ്കര അവർ തന്നെ പറയും എന്ത് പാട്ടും പാടുന്നു, ചാളിപ്പാട്ടല്ലേ പാടുന്നു, ഇങ്ങനെയുള്ള പറ്റൊരു സംഭവം പറയുള്ളൂ. അപ്പോൾ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആവും. ഈ ഫൈറ്റ് ആകുമ്പോൾ ഇത് മൊത്തം എൻ്റെ അടുക്ക് ശത്രുതയായിരിക്കും. അപ്പോൾ എൻ്റെ അടുക്ക് ഇത് പല ആൾക്കാരും ഒരു സമയത്ത് തന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്നത് എൻ്റെ കാമുകന് ഇങ്ങനെ ഇഷ്ടമല്ല, എൻ്റെ ഇങ്ങനെ ഉണ്ട്. ഞാൻ പറഞ്ഞു മക്കളെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോ, കാരണം നമ്മൾ ഈ പാട്ടിറക്കുന്നത് നിങ്ങളെ ഇഷ്ടപ്പെടാനൊന്നുമില്ല. ഞാൻ ഓൾറെഡി ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഫീൽഡിൽ വന്നതും പാട്ടിറക്കുന്നതും. അപ്പോൾ വെറുതെ നമ്മൾ കണ്ട ഒരു ആൽബത്തിൽ എൻ്റെ പറയാന്ന് പറഞ്ഞ ആൽബത്തിൽ സ്റ്റാർട്ടിങ്ങിൽ അഭിനയിച്ച് ഒരു കള്ളൂടി എൻ്റെ വേഷമായിരുന്നു. പിന്നെ ഒരു 2 മാസം മൊത്തം ഞാൻ കള്ളൂടിനായി. കാരണം ഫുൾ ഗോസിപ്പ്. അപ്പൊ ഈ പറയുന്ന ആൾക്കാർക്കെല്ലാം കറക്റ്റ് പറയാൻ പറ്റില്ല, ആ ഫുൾ ടൈം വെള്ളടിയാണ് അങ്ങനെ. അപ്പം അത് അങ്ങനത്തെ കുറച്ച് ഹേർട്ടാണ്. കാരണം വെച്ചാൽ ഞാൻ ലൈഫിൽ ഇതായിട്ട് വെള്ളടിയോ അല്ലെങ്കിൽ സിഗരറ്റോ അങ്ങനത്തെ സംഭവം ഒന്നും ഷൂട്ടിങ്ങിന് പോലും സിഗരറ്റ് ഇങ്ങനെ എന്നുകൊണ്ട് വെപ്പിച്ചിട്ട് ബാക്കിൽ നിന്ന് എന്തെങ്കിലും ഊതിപ്പിക്കും. കാരണം ഒന്നാമത് എനിക്ക് അതിനോട് ഇഷ്ടമില്ലാത്തത് കൊണ്ട്. അപ്പൊ അങ്ങനെയെല്ലാം കുറെ സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒരു പാട്ട് പാടിയിട്ട് എന്തായാലും വന്നിരുന്ന് ഇത്ര നേരമായിട്ട് ഒരു പാട്ട് പാടിച്ചില്ലെങ്കിൽ പ്രേക്ഷകർ എനിക്കെതിരെ കമന്റ് ഇടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് പാടിയൊരു പാട്ട് തന്നെ പാടാം. ഓക്കെ. ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു സുന്ദരി 17 തികഞ്ഞുള്ള മണിമുഞ്ചത്തി, ഉമ്മക്കും ബാപ്പാക്കും പ്രിയമോള്, 7 ആങ്ങളമാർക്കൊറ്റക്കനിപ്പെങ്ങള്. അടിപൊളി. കുഞ്ഞുപെങ്ങളുടെ ഒരു ആൽബം ഇപ്പം 9 years ആയിട്ട് കണ്ടിന്യൂസ് അത് എല്ലാ വർഷവും ഇറക്കുന്നത്. ഓരോ പ്രാവശ്യം പുതിയ പുതിയ ആക്ടേഴ്സ് വരുന്നത്, നമ്മളിപ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള പല ഫേസസും ഇൻഫ്ലുവൻസേഴ്സ് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ മെയിൻ സിംഗേഴ്സിനൊക്കെ ഒറ്റയടിക്ക് ഒരു പ്രൊഡക്ഷൻ്റെ താഴെ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നത് ഭയങ്കര ഒരു വലിയ ടാസ്ക് അല്ലേ? കാരണം എല്ലാവരും കോർഡിനേറ്റ് ചെയ്യണം, എല്ലാവരുടെ ടൈം നോക്കണം, എല്ലാവർക്കും സാറ്റിസ്ഫൈ ചെയ്തിട്ട് വേണം അത് ഇറക്കാൻ. അപ്പോൾ അതെങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ 9th അല്ലേ ലാസ്റ്റ് റിലീസ് ആയത്? 9 വർഷം. ഒരു വർഷം കൊറോണ ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. 10 കൊല്ലം റെഡിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീം
അപ്പൊ അതെങ്ങനെയാണ് ആ ഒരു അത് ആദ്യമേ തീരുമാനിച്ചതാണോ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്ലാനഡ് ആണ് അത് ഓൾറെഡി. സത്യം പറഞ്ഞാൽ ഇപ്പൊ കരിക്കെല്ലാം കൊണ്ടുവരുന്ന മുന്നേ നമ്മളിത് 10 വർഷം മുന്നേ ഞാനിത് പ്ലാനഡ് ഒരു വെബ് സീരീസ് പോലെ എന്താ പറയണ്ടത്, നമ്മളിത് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് 10 കൊല്ലം മുന്നേ പ്ലാനഡ് ആയിരുന്നു നമുക്ക് ഇങ്ങനെ. പക്ഷെ നമ്മൾ വർഷത്തിൽ ഇറക്കുന്നത് കൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഇത്ര എപ്പിസോഡ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഭയങ്കര വേറെ ലെവലിലേക്ക് വരും. കാരണം ഈ കുഞ്ഞുമങ്ങടെ കല്യാണം എന്നുള്ള ഒരു കാറ്റഗറി കല്യാണ പാട്ടിന്റെ ഒരു സെറ്റപ്പാണ് മൊത്തം. എല്ലാ കൊല്ലം ഓരോരോ കല്യാണമായിരിക്കും മൊത്തം. ഫിലിമിൽ മൊത്തം ഇപ്പോൾ കല്യാണ പാട്ടുകളിലാണ് വരുന്നത്. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് തന്നെ ഇപ്പോൾ 1-2 ഡയറക്ടേഴ്സ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ കുഞ്ഞുമങ്ങടെല്ലാം കണ്ടിട്ടാണ് നമ്മൾ ഈ പാട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഇൻസ്പിറേഷൻ. പല പാട്ടുകളും നമ്മളെ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ ഈ പഴയ പാട്ടുകളെല്ലാം റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള നമ്മൾ വിളിക്കും ഈ പ്രൊഡക്ഷൻ കൺട്രോളിൽ. അവിടെ ഈ പാട്ടായിരിക്കാമെന്ന് ചോദിക്കും. അയച്ചാൽ എന്തേന്ന് അങ്ങനെ ഫിലിമിലേക്ക് വരുന്നുണ്ട്. ഞാൻ ഫിലിമിലേക്കോ? അപ്പം പറയൂ ഒന്നാമത് കുഞ്ഞുമങ്ങടെ കല്യാണത്തിൻ്റെ ഇതാണ് സംഭവം, എല്ലാത്തിനും തട്ടിയിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇതൊന്നും ആർക്കും ജനങ്ങൾക്ക് പോലും ചിലപ്പോൾ പറയാൻ പറ്റൂല. കാരണം ഫിലിമിൽ ഇപ്പം വരുന്ന പാട്ടുകൾ മൊത്തം കല്യാണ പാട്ടുകളാണ്. അതിൽ വരുന്ന സംഭവങ്ങൾ ഇപ്പം ലാസ്റ്റോടെല്ലാം അധികം വന്ന പാട്ടുകളും കുഞ്ഞുമങ്ങടെ കല്യാണത്തിൻ്റെ അതേ റൂട്ടിലെല്ലാം വന്നിട്ടുണ്ട്. ഏത് കഥ പോലും ഏത് സിറ്റുവേഷൻ സംഭവങ്ങളിലും. അപ്പോൾ അതൊരു നമുക്കൊരു അംഗീകാരം കിട്ടുന്ന പോലെ നമ്മളെ സിംഗേഴ്സിൻ്റെ ഒരു സംഭവം. പിന്നെ ഇത് ഭയങ്കര ടാസ്ക്കാണ് ഇത് ഷൂട്ട് ചെയ്യലും. അതേപോലെ തന്നെ ഇത് സത്യം പറഞ്ഞാൽ 10-20 ദിവസം ഇതിൻ്റെ മുകളിൽ മെനക്കെടാണ്. സാധാരണ നമുക്കൊരു ആൽബം ഷൂട്ട് ചെയ്യാൻ ഒരൊറ്റ ദിവസമാണ്, എഡിറ്റിങ്ങിന് ഒരു 1 ഡേ പോകും, റെക്കോർഡിങ്ങും അങ്ങനത്തെ പരിപാടിയെല്ലാം ആയിട്ട് 2 ദിവസം, ഒരു 4 ദിവസം കൊണ്ട് നമുക്കൊരു വർക്കും കൂളായിട്ട് ഫിനിഷ് ചെയ്യാം. ഈ ഫിനിഷ് ചെയ്യുന്നതിൽ ഞാൻ ആകെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഷൂട്ടിങ്ങിൻ്റെ സമയത്തും റെക്കോർഡിങ്ങിൻ്റെ ഒരു 1 അവർ 2 മണിക്കൂർ. എനിക്ക് സമയം വേണം. ബാക്കി മൊത്തം സ്റ്റാഫും ഇതിൻ്റെ ടെക്നിക്കൽ ടീം ചെയ്യും. പക്ഷെ കുഞ്ഞുമങ്ങടെ കല്യാണത്തിൽ 20 ദിവസമാണ്. 20 ദിവസം ഞാനിത് ഇതിൻ്റെ ബാക്കിൽ പോകണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആർട്ടിസ്റ്റുമാരുണ്ട്, ഇവരെ മൊത്തം കോർഡിനേഷൻ ചെയ്യണം. ഇതൊരു പ്രൊഡക്ഷൻ കൺട്രോളറിന് വിളിച്ചു കഴിഞ്ഞാൽ നടക്കൂല. കാരണം എല്ലാവരും പല സ്വഭാവമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരെല്ലാം ഞാൻ തന്നെ വിളിക്കണം. ഇപ്പോൾ താജുക്ക പിന്നെ ഈ ഡേറ്റിൽ നമ്മൾ ഫിക്സ് ആക്കിയിട്ടുണ്ട്, നടക്കൂല. എടാ മുത്ത ഇങ്ങനെ നോമ്പ് വരണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അടുത്ത ആൾക്കാർ ഓരോരോ സിംഗേഴ്സിൻ്റെ അകത്തുണ്ട്, അവരെ വിളിക്കണം. ഇതെല്ലാം ചാർട്ടാക്കി വരേണ്ടൊക്കെ പണിയാണ്. പിന്നെ ഷൂട്ടിങ് ഓരോ സ്ഥലത്തായിരിക്കും. കാസർഗോഡിൽ ഉണ്ടാവും, കണ്ണൂരുണ്ട്, കൊച്ചിയിലുണ്ട്, മലപ്പുറത്തുണ്ട്. അങ്ങനെ 4-5 ഏരിയയിൽ ചെയ്യുന്ന സംഭവങ്ങളാണ്. അത് ജനങ്ങൾക്ക് വീഡിയോ കാണുമ്പം ഒരൊറ്റ ഫ്രെയിമിലാണ് എല്ലാവരും ഉണ്ടാകുന്നത്. ഇപ്രാവശ്യത്തെ 60 ആൾക്കാർ അതിനകത്തുണ്ട്. 15 മിനിറ്റിൽ 60 സെലിബ്രിറ്റികളെ എങ്ങനെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മതിയില്ല. അതും കഥ എഴുതുന്ന സമയത്തെല്ലാം നമ്മളിങ്ങനെ ചിന്തിക്കണം, ഇങ്ങനെ പ്ലേസ് ചെയ്യണം, ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യണം, അങ്ങനെ ചെയ്യണം. അങ്ങനെ ഒരുപാട് റിസ്ക് എന്ന് പറഞ്ഞാൽ ഹെവി റിസ്ക് ആണ് ഈ വർക്കിൻ്റെ അകത്ത്. ഇപ്പം റീസെൻ്റ്ലി ലാസ്റ്റ് ഇറങ്ങിയ 9ാമത്തെ സീരീസിലാണ് എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സായിട്ടും ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന മുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഹെൽമെറ്റ് ഇടാണ്ട് ഇനി എന്റെ കൺമുമ്പിൽ നിന്നെ കണ്ട ഇനിയെങ്കിലും നന്നായിക്കൂടെ? ഹലോ തിൻസർ ഭായ്, സുഖാണോ? സ്വന്തം. എന്താ പുതിയ വിശേഷം? പുതിയ വിശേഷം എയറിൽ ജാസി നമ്മള് ഇതിന് എനിക്ക് തോന്നുന്നു സ്വീകാര്യതയും കിട്ടി. പക്ഷെ കുറച്ച് ട്രോൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. റെഡിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺസെപ്റ്റ് എഴുതുന്ന സമയത്ത് ഓൾറെഡി ട്രോള് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പ്ലേസ്മെന്റ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ജാസിനെ ആഷിനെ ഇട്ട് കഴിഞ്ഞാൽ ട്രോൾ എന്തായാലും വരും. നമുക്കിപ്പോൾ ഈ പാട്ടിൻ്റെ ഇത്ര ആൾക്കാരുണ്ട്. അപ്പോൾ കുറേ ചിന്തിച്ച് എന്തായാലും എന്തെങ്കിലും നെഗറ്റീവ്സ് കമൻറ്റ് വരണം. നെഗറ്റീവ് കമൻറ്റ് ഇപ്പോൾ ആരെയും കിട്ടാൻ നോക്കിയിട്ട് 3-4 ആൾക്കാർ നമ്മൾ സെറ്റ് ചെയ്തിന് കേട്ടോ. ആദ്യം ആറാട്ടണ്ണനെ നോക്കി, പെരേറ നോക്കി. അപ്പൊ അവരെല്ലാം നോക്കുമ്പോൾ എന്താ പറയണ്ടേ, ആക്ടിങ്ങിൽ അവർ എങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ പിന്നെ അത് മാത്രമല്ല, കഥ അതിന് കണക്കായിട്ട് മാറ്റേണ്ടി വരും. പിന്നെ നോക്കുമ്പോൾ കറക്റ്റായിട്ട് നോക്കുമ്പോൾ കറക്റ്റ് ജാസിന എന്നുവെച്ചാൽ എൻ്റെ വൈഫ് ഒരു ദിവസം ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു പൊന്നുസഖി അതിൻ്റെ ഒരു ഇങ്ങനെ അതിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരേ ചിരി. ഞാൻ ആരടാ ആളുകൾ ചോദിച്ചു. അപ്പോൾ പറഞ്ഞിട്ട് ഇങ്ങനെ ജാസി ആശി എന്ന ഒരാളുടെ. അപ്പോൾ അവർ വീഡിയോസ് ഇങ്ങനെ ഇരുന്ന് കണ്ട്. അപ്പോൾ കമൻസ് മൊത്തം നെഗറ്റീവ്. എനിക്ക് മനസ്സിലാകുന്നില്ല ഇവരെന്താ സംഭവം ഇങ്ങനെ കമൻസ് വരുന്നതെന്നുള്ളത്. ഞാൻ ചോദിച്ചാൽ ഇവരെ വർക്കിലിട്ടാൽ ചിലപ്പം വർക്കൗട്ട് ആകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ട്രോള് കിട്ടേണ്ട ഒരു പരിപാടി ഉണ്ട് ഇത് വർക്കിൽ. നമ്മൾ ഏതൊരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നല്ലതൊരു 60% നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ബാക്കി 40 എന്തെങ്കിലും ഇതേപോലത്തെ സംഭവങ്ങൾ ഇട്ടേക്കണം, നെഗറ്റീവ് കിട്ടുന്ന സംഭവങ്ങൾ. അങ്ങനെയാണ് വർക്കിൽ ജാസിനെ കൊണ്ടുവരുന്നത്. സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ജാസിനെ ഫസ്റ്റ് കോൺടാക്ട് ചെയ്തു. ജാസിനെ കോൺടാക്ട് ചെയ്ത സമയത്ത് ആശി എടുത്തു, കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇതാണ് കഥ, പോലീസ് വേഷമെന്ന് പറഞ്ഞു.
അപ്പോൾ ജാസ്മിന് ഞാൻ പോലീസ് സ്റ്റേഷൻ എനിക്ക് ചെയ്താൽ നടക്കുമോ എന്നറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെല്ലാം ആക്ടിങ് പരിപാടിയെല്ലാം നമ്മൾ അവിടെ വന്നിട്ട് കറക്റ്റ് നമ്മൾ ചെയ്യിപ്പിച്ചോളും, അതൊന്നും ടെൻഷൻ ആകണ്ട. അല്ല അങ്ങനെയല്ല, അത് ട്രോള് ഓവറായിട്ട് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ട്രോള് വരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം വരുന്ന അതേ സംഭവം വരും, പക്ഷേ കറക്റ്റായിട്ട് ആക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു അടിപൊളിയായിട്ട് വരും എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇവർ ഇത്ര ആക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. കൊച്ചിയിലായിരുന്നു ഷൂട്ട്. നമ്മുടെ രാവിലെ തന്നെ ഷൂട്ട് തുടങ്ങി. ഓരോ സെക്കൻഡിൽ ടക്ക് 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 മറ്റേ ജാസി ആശും പിന്നെ ഇത് ഡയലോഗും എല്ലാം പെട്ടെന്ന് പറഞ്ഞു തീർന്നു. അപ്പം ഞാൻ തന്നെ ഷോക്കായി, ഇവർ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ അഭിനയിക്കുമെന്നുള്ളൊരു സംഭവത്തിൽ അവരുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അവർക്ക് സംസാരിക്കാൻ തുടങ്ങിയാന്നാണ് മനസ്സിലായത്. ഞാൻ ആദ്യം ജാസിൻ്റെ അടുത്ത് ഭയങ്കര പേടിച്ചിട്ട് സംസാരിക്കണം, കാരണം ഇവരെങ്ങനത്തെ സംഭവം എന്ന് അറിയില്ലല്ലോ. പിന്നെ എടാന്നാണോ എടീന്നാണോ എങ്ങനെ വിളിക്കേണ്ടത് പോലും എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ സംസാരിച്ച് തുടങ്ങി. സത്യം പറഞ്ഞ ജാസിയിൽ 0 ആണ്. ജാസിയും 0 ആണ്, ആശയും 0. ഇവർ ഓൾറെഡി ഞാൻ ഒന്നാമത് സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റിന്റെ സാധനം ചിലപ്പോൾ 10 മിനിറ്റ് പറഞ്ഞിട്ട് ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കുറച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എൻ്റെ കേസാണ്. ഈ ജാസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം 1 മണിക്കൂർ പറയും, 1 മണിക്കൂർ. അയ്യോ ജാഗ്രത. അപ്പൊ ജാഗ്രത ഇവര് കറക്റ്റ് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പൊ ഞാൻ പുറത്തുനിന്ന് എനിക്ക് എന്ന് വേണ്ട എടാ അഭിനയിപ്പിക്കണ്ട കേട്ടോ, ജാസിനെ ഇടണ്ട, ആശിന. ഞാൻ കുറച്ച് ആൾക്കാരോട് കൺട്രോൾസ് അതേപോലെ കുറച്ച് ആൾക്കാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. തലവേദനയാവുക ചിലപ്പോൾ എനിക്ക് പേരടക്കം ദോഷം വരും. ഞാൻ അനക്കെന്തിനാ പേര് ദോഷം വരേണ്ട ആവശ്യം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇനി വർക്കിലിട്ട് എനിക്കും കൂടി ഇമേജ് പോയി പോകുന്നു പറഞ്ഞു. ഞാൻ എന്ത് ഇമേജ്, ഞാനെന്താ ഓൾറെഡി വർക്കിലല്ല ഇടുന്നത്. നമ്മൾ വർക്കിൽ അവരെ നല്ലൊരു റോള് കൊടുത്തിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്നും ബാധിക്കില്ല. അല്ല നെഗറ്റീവ് കമൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ അതല്ലേ വേണ്ട, നമുക്ക് നെഗറ്റീവ് കമൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വർക്ക് എന്താ വേണ്ടത്, വാച്ച് ടൈം ആയിക്കോട്ടെ എല്ലാം ഫുള്ളാകും, പൈസ വരും. ഞാൻ പറഞ്ഞു നമുക്ക് അതാ വേണ്ടത്. അല്ല അപ്പോൾ കണ്ടന്റിൻ്റെ ക്വാളിറ്റി കുറയില്ലേ? ഞാൻ പറഞ്ഞു ക്വാളിറ്റി നമ്മൾ ക്യാമറയിൽ എഡിറ്റിങ്ങിലും കൂട്ടിയാൽ മതിയില്ലേ, അല്ലാണ്ട് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത്. ഇപ്പോൾ മമ്മൂക്കാൻ്റെ കസബി ഏതൊരു മൂവിയിൽ സന്തോഷ് പണ്ഡിറ്റ് വന്നില്ലേ, ഒരു സമയത്ത് സന്തോഷ് പണ്ഡിറ്റ് മൊത്തം ഫിലിം ഇൻഡസ്ട്രീനെ മൊത്തം കുറ്റം പറഞ്ഞിട്ടും മറ്റേ 5 ലക്ഷം ഉറുപ്പിൻ്റെ പടം ചെയ്തിട്ടും അങ്ങനത്തെ മമ്മൂക്ക സന്തോഷ് പണ്ഡിറ്റിനെ യൂസ് ചെയ്തില്ലേ. അതൊരു അതേപോലെ ഞാൻ പറഞ്ഞ് കണ്ടന്റ് എന്ന് പറയണ്ടേ നല്ല വൃത്തിക്ക് അഭിനയിപ്പിക്കുക, പിന്നെ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതിയല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ജാസിനെയും ആഷിനെയും നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ജാസി ആശ ആണെങ്കിലും ഞാൻ 2 വട്ടം ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്, അവർക്ക് അങ്ങനത്തെ ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കും. പാവങ്ങളാണ്. പക്ഷെ അത് റെഡിക്കോൻ എനിക്ക് തോന്നുന്നു ഇപ്പൊ വരുന്ന നെഗറ്റീവ് ഒരു 1-2 കൊല്ലം കൊണ്ട് അത് പോസിറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്, കൺഫേം ആണ്. കാരണം അവരെ സ്വഭാവം ഇപ്പോൾ അവർ വ്ളോഗിന്റെ ചാനലെല്ലാം സ്റ്റാർട്ട് ചെയ്തല്ലോ, അപ്പോൾ അവരെ കൂടുതൽ ഇനി അറിയാൻ പറ്റും. അപ്പോൾ അറിഞ്ഞു തുടങ്ങും. എനിക്ക് തോന്നുന്നു ഗേൾസ് മൊത്തം ജാസിന്റെ ഫാൻസാന്ന് തോന്നുന്നു. കാരണം ഡ്രസ്സ്, കാരണം ഈ നമ്മൾ ഈ വർക്ക് ഇറങ്ങിയ സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ, ഞാൻ പ്രോഗ്രാമിനെല്ലാം പോകുന്നില്ല, ഈ ഈദ് കഴിഞ്ഞിട്ട് ഞാൻ പ്രോഗ്രാമിന് പോകുമ്പോൾ എൻ്റെ അടുക്ക് വന്നിട്ട് ഫസ്റ്റ് പറയുന്നത് ജാസിനെ ഇട്ടത് അടിപൊളിയായി. അപ്പോൾ ഓഡിയൻസ് മൊത്തം ജാസിക്ക് സപ്പോർട്ടും, കമന്റ് മൊത്തം ഇവർക്ക് നെഗറ്റീവ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക എന്തടാ. പിന്നെ ഞാൻ ആദ്യം പിന്നെ കമന്റ് ഞാൻ ശ്രദ്ധിക്കലില്ല, കാരണം നെവർ മൈൻഡാണ്. ഓക്കെ. അതേപോലെ തന്നെയാണ് നമ്മളിപ്പം ജാസിയുടെ ആശയുടെയും കേസ് ആണെങ്കിൽ ഇതൊരു ഫണ്ണായിട്ടാണ് ആൾക്കാർ എടുക്കുന്നതും. നമുക്ക് അങ്ങനെ വലിയ ഹെയ്റ്റായിട്ട് കമൻസ് ഒന്നും കണ്ടില്ല അവരെ കുറിച്ചിട്ട്. പക്ഷേ ഇപ്പം മെഹനാസിൻ്റെയൊക്കെ സീനൊക്കെ വന്ന സമയത്തും കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവരെ നിങ്ങൾ വെള്ളപൂഷിക്കുകയാണോ, കാരണം ലാസ്റ്റ് ഇതിൽ ഈ പറഞ്ഞ പോലെ ആ ക്യാരക്ടർ തൂങ്ങി മരിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ ഇതിൽ വീണ്ടും അത് ബാക്ക് ടു ലൈഫിലേക്കായിട്ട് കാണിക്കുന്നു. അപ്പം നിങ്ങൾ ആളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണോ കാണിക്കണേ, വെള്ളപൂശാൻ ശ്രമിക്കുകയാണോ എന്ന് കുറേ കമന്റ്സ്. ഇല്ല, വെള്ളപൂശത് എന്താ, ഞാൻ ആ കമന്റ്സ് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞ കമന്റ് റിമൂവ് ചെയ്യണോ, കാരണം നമുക്ക് കമന്റ് റിമൂവ് ചെയ്യാം. ഞാൻ എന്തിനു കമന്റ് റിമൂവ് ചെയ്യ, നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, കമന്റ് അവിടെ തന്നെ വെക്ക്. കാരണം അത് ഓൾറെഡി ജനങ്ങൾക്ക് ഒരു സമയത്ത് മനസ്സിലാവും. ഞാൻ മെഹനാസ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനെയാണ് വർക്കിലേക്ക് ഇട്ടത്, അല്ലാണ്ട് ഓനെ റിയൽ ലൈഫിലെ മെഹനാസിനെ അല്ല ഞാൻ വർക്ക് കൊണ്ടുപോയിട്ടിട്ടത്. പിന്നെ ഈ മെഹനാസ് എന്ന് പറഞ്ഞ വ്യക്തി കഴിഞ്ഞ വർഷവും അതിൻ്റെ അങ്ങേപ്പുറത്തെ വർഷവും കുഞ്ഞോടെ കല്യാണത്തിന് മുന്നേ ഇല്ല സീരീസിലെല്ലാം ഓനുണ്ട്, ഓൾറെഡി ഒരു കഥാപാത്രമാണ്. നമ്മളിതൊരു കഥയിൽ ഒരു കഥാപാത്രത്തിൻ്റെ കണ്ടിന്യൂ ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗത്തിൽ ഈ ഭാഗം വരുമ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ ഓൾറെഡി ഓനൊരു തൂങ്ങി മരിക്കുന്ന ഒരു സീനെല്ലാം ഓൾറെഡി ഷോർട്ടിലുണ്ട്. കഴിഞ്ഞ വർഷത്തെ എപ്പിസോഡ് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൻ്റെ ക്ലൈമാക്സ് ഇതാണ്, ഒരു ട്വിസ്റ്റ് ഇതാണ്, ഇത് അവൻ തൂങ്ങി മരിക്കുന്ന ഒരു സാധനം. അപ്പോൾ അതിൻ്റെ എന്താ പറയണ്ടേ, നമ്മൾ ഈ ഒരു വർക്കിൻ്റെ ഒരു നരേഷൻ പറയുന്നുണ്ട്, അതാണ് വെള്ളപൂശൽ എന്ന് പറയുന്നുണ്ട്. ഇവർ എന്താ പറയുക, മരിച്ചത് കൊണ്ട് ഇവൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, സുഹൃത്തുക്കൾ വന്നിട്ട് ഇവനെ ഒരു നരേഷൻ അതിൻ്റെ കറക്റ്റ് മനസ്സിലാവും. ഇവർ റിയൽ ലൈഫായിട്ട് എന്തിനാണ് ഈ വർക്ക് കമ്പയർ ചെയ്യുന്നത്? ഒരു അങ്ങനെയാണെങ്കിൽ ജാസിന്റെ റിയൽ ലൈഫാണോ ഇത്? പോലീസുകാർ ആശി ഒരിക്കലും താടി വെച്ച പോലീസുകാരനെ ഇടക്കണ്ടിരുന്നു ഇല്ലല്ലോ.
അത് റെഡിക്കോന്റെ റിയൽ ലൈഫ് അത് വേറെ രീതിയിൽ. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ആൽബത്തിലുള്ള ഞാനാണോ റിയൽ ലൈഫ്? ഒരിക്കലുമല്ല. കാരണം ഞാൻ ആൽബത്തിലെല്ലാം പക്ക ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ചളികളെല്ലാം പല വിധത്തിലും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെയല്ല. റിയൽ ലൈഫിൽ എനിക്കറിയാം എന്താണെന്ന്, ഞാൻ എന്താണെന്നുള്ളതും എൻ്റെ ഫ്രണ്ട്സിന് എന്താണെന്നുള്ളതും എൻ്റെ ഓഡിയൻസിന് എന്താണെന്നുള്ളതും ഏകദേശം അറിയാം. പക്ഷേ റിയൽ ലൈഫും വർക്കുമായിട്ട് ഒരിക്കലും താരതമ്യം പാടില്ല. ഇനിയിപ്പോൾ ഈ ഒരു വർക്ക് വന്നാൽ ചിലപ്പോൾ എനിക്ക് നെഗറ്റീവ് കമൻറ്റ് വരാം, പക്ഷെ ഞാനത് നെവർ മൈൻഡ് ആക്കിയിട്ട് എടുക്കുന്നതാണ്. ഓക്കെ. അല്ല, ഞാനിപ്പോൾ അത്രയും കമൻസ് കണ്ട സ്ഥിതിക്ക് ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ ചിലപ്പം ഇതിപ്പോൾ ഞാൻ പറയുന്നത് തരാം. ഇപ്പോൾ മസ്താനി എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതിനിപ്പോൾ ഞാൻ ആൻസർ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് നെഗറ്റീവേ വരും. കാരണം എന്താ സംഭവം എന്നറിയുക, ഈ കുഞ്ഞോടെല്ലാം വർക്ക് ഇറങ്ങിയിട്ട് അത് 15 മിനിറ്റ് ഉണ്ട്. നമ്മൾ പ്രീമിയർ ഇടുമല്ലോ, ലൈവായിട്ടാണ് പ്രീമിയർ ഇട്ടിട്ടാണ് റിലീസ് ചെയ്യാൻ. രണ്ടാമത്തെ മിനിറ്റിൽ ഒരു 60-70 കമൻറ്റ് ഫുള്ള് ജാസിനെ വെട്ടെന്ന് വെച്ചാൽ തെറി വിളിക്കുന്നത്. വർക്ക് കാണാണ്ടാണ് ഓൾറെഡി ഇവർ തെറി വിളിക്കുന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഫ്രസ്ട്രേഷൻ അങ്ങോട്ട് തീർക്കലാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് കണ്ട് അതിൻ്റെ ശേഷം വർക്കാണെങ്കിൽ വർക്കിൽ എങ്ങനെ പറയും, അവർക്ക് ഇങ്ങനെ പറയാം, ജാസി പോലീസ് വേഷം ചെയ്തത് ശരിയായിട്ടില്ല, എങ്ങനെ ഇതാണ് സംഭവം. ഇത് അതിൽ വരുന്ന എൻ്റെ പറയാൻ പറ്റാത്ത തെറികളും. ഞാൻ ഇൻസ്റ്റയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇൻസ്റ്റ ഒന്നും അത്ര എന്താ പറയണ്ട സ്റ്റാൻഡേർഡ് പോസ്റ്റുകൾ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു പോസ്റ്റ് അങ്ങനെയൊന്നും അല്ല എൻ്റെ മൈൻഡിൽ. ഞാൻ ഇൻസ്റ്റ ആയിക്കോട്ടെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, അത് വേണ്ടിയിട്ടാണ് ഇൻസ്റ്റ യൂസ് ചെയ്യുന്നത് എന്ത് കാര്യത്തിനും. അപ്പോൾ ജാസി കൊളാബ് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വർക്കിൻ്റെ. അപ്പോൾ ഫസ്റ്റ് ആട്ടാ വർക്ക് ഇട്ട് ഒരു 10 മിനിറ്റ് ആകുമ്പോൾ മരണത്തെറി. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ തെറി കേൾക്കുന്നത്. ഞാനപ്പോൾ കമൻറ്റ് ഡിസേബിൾ ചെയ്തു, ഓഫ് ചെയ്ത് നോക്കുമല്ലോ. ഓഫ് ചെയ്ത് വെച്ചാൽ പാടിയിട്ട് ജാസി മരണ വിളി തന്നെ എൻ്റെ ഫോണിൽ. ഞാൻ എന്താ ജാസി അതിൻ്റെ തനിച്ചിക്കാൻ മറ്റേ കമൻറ്റ് ഓഫാക്കി വെച്ചിട്ട് ഞാൻ എല്ലടാ നിങ്ങൾ ഇത്രയും തെറി കേൾക്കണ്ടല്ലോ, കാരണം എൻ്റെലും കൂടി കൊളാ പെട്ടിട്ട് നിങ്ങൾക്ക് എന്തിനാ തെറിയുന്നത്? തെറി കേൾക്കണം, നെഗറ്റീവ് വന്നാലേ കമൻറ്റ് വർക്ക് ഇറ്റാവും. അങ്ങനെ കമൻറ്റ് ഇതാക്കിയിട്ട് കമൻറ്റ് ഡിലീറ്റ് പോലും ചെയ്യാൻ വിടില്ല. ചില കമൻറ്റുകളെല്ലാം ഇപ്പം എൻ്റെ ഇൻസ്റ്റയിലായിക്കോട്ടെ ഇതെല്ലാം എൻ്റെ ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ തെറികൾ വരുന്ന കമൻറ്റ് ഞാൻ അവരെ ബ്ലോക്ക് ചെയ്യും, നേരെ ഡിലീറ്റ് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. അങ്ങനെ തെറികൾ ഓൾറെഡി ചിലപ്പോൾ എനിക്ക് അവർ വിളിക്കുന്നതിനെക്കാട്ടി 10 തെറികൾ എനിക്കും വിളിക്കാനറിയാം. പക്ഷേ നമ്മളത് ഇതാവുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, വെറുതെ നെവർ മൈൻഡ്. കാരണം അതിൻ്റെ ബേക്കിൽ പോകാൻ എനിക്ക് സമയമില്ല. ആ തെറി വിളിക്കുന്നുണ്ട് കമൻറ്റ് ഡിലീറ്റ് ചെയ്യും, നേരെ ബ്ലോക്ക് ചെയ്യലാണ്. അപ്പോൾ ഞാൻ ജാസ്തിനോട് വേണ്ടിക്ക തെറി വിളിക്കുന്ന ആൾക്കാർ വേണ്ടിക്ക അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. ഒന്നും അടിക്കണം, അതെല്ലാം നമുക്ക് പ്ലസ് ആണ്. അപ്പോൾ അവരെ ഒരു മൈൻഡ് വേറെ തന്നെ ഒരു മൈൻഡാണ്. അവരങ്ങനെ എനിക്ക് തോന്നുന്നു എല്ലാം ആ ഒരു സെൻസിലെടുത്ത് പക്ഷെ റെഡിക്ക് പറഞ്ഞാൽ അങ്ങനെ എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്നിപ്പോൾ എത്ര ഇപ്പോൾ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഒരു നടന ഒരു സമയത്ത് എൻ്റെ ഞാനെല്ലാം സ്റ്റാർട്ടിങ് സമയത്തെല്ലാം ഭയങ്കരം തെറികളും എന്നാൽ രാജപ്പൻ എന്നെല്ലാം മറ്റു പല സംഭവങ്ങൾ. ഇന്ന് പൃഥ്വിരാജിന് എന്താ പറയുക പോസിറ്റീവായില്ലേ? പല സംഭവങ്ങളും വന്ന് പോസിറ്റീവായിട്ട് വന്ന്. അതേപോലെ ഒരു സമയത്ത് ചിലപ്പോൾ ഇവർ പോസിറ്റീവ് ആവാം, കാരണം നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് ഒരു സമയത്ത് എന്തായിരുന്നു, ഭയങ്കര പ്രശ്നക്കാരായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ മൂപ്പർ ഒരു 10% സെറ്റായിട്ടുണ്ട്. കാരണം എന്താ, ചാരിറ്റിയും മൂപ്പർ പല സംഭവങ്ങളും പിന്നെ മൂപ്പറെ ദീർഘവീക്ഷണം എല്ലാം എന്നുകൊണ്ട് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി. ഈ മലയാളികളുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ കണ്ടിട്ട് എന്നുകൊണ്ട് വിലയിരുത്തും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേസ് കണ്ട് അവൻ ഭയങ്കര ജാടയാട്ടാ, അവൻ അഹങ്കാരിയാണ്, അല്ലെങ്കിൽ ഇതങ്ങോട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അതെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കമന്റ് നോക്കി ആരും വിലയിരുത്താൻ പാടില്ല. അല്ലെങ്കിൽ ഒരാൾ ഇപ്പൊ ജാസിന്റെ തന്നെ നേരത്തെ കേസ് പറഞ്ഞു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ട് തുടങ്ങുന്നവരെ എനിക്ക് ഇങ്ങനെ ഹേർട്ട് ബീറ്റ് അടിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ല ഇവരെങ്ങനെ ഇപ്പൊ സംസാരിക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ആൾക്കാരുടെ ഒരു പേടിയുണ്ട് എനിക്ക്. കാരണം നമ്മൾ പല സ്ഥലത്ത് ഇപ്പോൾ ചെന്നൈയിലും ഇവിടെ എല്ലാം ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ വരും എന്ന് പറയണ്ടേ, കൈനീട്ടത്തിനെല്ലാം അങ്ങനെ അവർ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇതാന്ന് പറയും. ഇത് എനിക്കൊരു സമയത്ത് അറിയില്ലായിരുന്നു. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ കൈനീട്ടത്തിനെല്ലാം പറയുമ്പോൾ ചിലപ്പോൾ എൻ്റെ കയ്യിൽ ചില്ലറയൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ 500 ഇങ്ങനെ വന്നിട്ടെല്ലാം അടിക്കൂ, ഇവിടെല്ലാം പൈസ. അപ്പൊ എനിക്ക് ഇവർ ഓൾറെഡി പണ്ട് ഒരു പേടിയുണ്ട്. അപ്പൊ ഞാൻ ഇതെല്ലാം എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വെച്ചിട്ടാണ് ഇതെല്ലാം പോകുന്നത്. സംഭവം നോക്കുമ്പോൾ കൂള് എന്ന് പറഞ്ഞാൽ പക്ക കൂള്. അതുകൊണ്ട് അല്ല ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതൊരാളെയും നമ്മൾ മുഖം കണ്ടോ അല്ലെങ്കിൽ നമ്മൾ അവരെ ബോഡി കണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ ആൾക്കാർ പറയുന്നത് കണ്ടിട്ടോ ഒരിക്കലും നമ്മൾ അവരെ വിലയിരുത്താൻ പാടില്ല. നമ്മൾ എന്ത് കാര്യം ഇപ്പോൾ മസ്താനി ആണെങ്കിൽ തരുമ്പോൾ ഞാൻ ഓൾറെഡി മസ്താനിയുടെ അടുത്ത് സംസാരിച്ച് നമുക്ക് മനസ്സിലാക്കണം ഇവനെന്താണ്, അത് നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ലാണ്ട് വേറൊരാൾ പറയുന്നത്, കാരണം അവരെ പോലെ ആയിരിക്കില്ല നമ്മളെ മനസ്സിൽ.
എനിക്ക് ആക്ച്വലി ഈ സെയിം എക്സ്പീരിയൻസ് ഉണ്ടാവാറുണ്ട്. ഫസ്റ്റ് ലുക്കിൽ എന്നോട് എല്ലാവരും പറയും ആദ്യം കാണുമ്പോൾ ഭയങ്കര സാധനമാണെന്ന് വിചാരിക്കും, ഫേസ് എപ്പോഴും ഭയങ്കര ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കാന്ന് വിചാരിക്കും, സംസാരിച്ച് കഴിയുമ്പോൾ പാവാ അങ്ങനെ പറയാറുണ്ട്. പിന്നെ ചില ആൾക്കാർ അല്ലാന്നൊക്കെ പറയും. പക്ഷെ എന്നാലും എനിക്ക് ഇത് സെയിം എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് മനസ്സിലാവും നമ്മൾ പെട്ടെന്ന് കാണുന്ന സമയത്ത് ആൾക്കാർ നമ്മൾ വിചാരിക്കണ പോലെ ആയിരിക്കില്ല, സംസാരിച്ച് കഴിയുമ്പോൾ നേരെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പൊ ഒന്നും വേണ്ട, എൻ്റെ വൈഫ്, എൻ്റെ ആജു എന്ന് പറഞ്ഞൊരു വൈഫുണ്ട്, ഓക്ക് ചിരിക്കാൻ ഭയങ്കര മടിയാണ്, പേടിയാണ്. ഓൾറെഡി ചിരിക്കൂല. ഞാൻ പറയും ഫോട്ടോസിൽ ചിരിക്കുന്നെല്ലാം പറയും. എൻ്റെ കൂടെ അല്ലാത്ത പല സംഭവങ്ങൾ വീഡിയോ എല്ലാം നോക്കിയാൽ പക്ഷെ ഓളെപ്പോലെ ചിരിക്കുന്നത്, ക്യാമറ മാറ്റിയിട്ട് പോരക്കെത്തി കഴിഞ്ഞാൽ ഓളെപ്പോലെ ചിരിക്കുന്ന വ്യക്തി വേറെ ഉണ്ടാവില്ല. ഒരു കാര്യമില്ലാണ്ടല്ലേ നമ്മളിങ്ങനെ ഓള് ചിരിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചിരിച്ചു പോകും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മളെന്തോട്ടെ ഒരാളെയും മുഖം കണ്ടിട്ട് വിലയിരുത്താൻ പാടില്ല.